പ്രസംഗിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യത്ത് 84-ൽ എന്നൊക്കെ അല്ലേ ആ പ്രസംഗത്തിൽ എന്ത് സംഭവിച്ചു എന്ന് മുന്നിരിക്കുന്ന ആൾ തല കുനിച്ചങ്ങിരിക്കും. കാര്യം ഇനി അവനോട് മുഖത്ത് നോക്കിയാൽ ചോദ്യം ചോദിക്കുന്നു വിചാരിച്ചിട്ട്. അപ്പോ അങ്ങയുടെ ഒരു പ്രസംഗ രീതിയൊക്കെ എങ്ങനെയാ അത് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഒന്ന് ഈ ജനങ്ങളെ നോക്കി നേരത്തെ പറഞ്ഞില്ലേ 57 അത് ആ കാലഘട്ടമൊക്കെ പോയി. വളരെ പോസിറ്റീവായിട്ട് ഇത്തവണ ഞങ്ങൾ എന്താ ചെയ്തത് കേരളത്തിൽ, ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇന്ദിരാ ഗ്യാരണ്ടി 5 അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ഇപ്പൊ ഞങ്ങൾ കേൾക്കുള്ളൂ. മാത്രമല്ല കേരളത്തിൽ അഡ്രസ് ചെയ്യപ്പെടുന്ന ഇന്ത്യയിൽ അഡ്രസ് എന്താ അൺഎംപ്ലോയ്മെന്റ് തന്നെയാണ്. അല്ല അങ്ങോട്ട് ഞാൻ വളരെ സ്ട്രേറ്റ് ആയിട്ട് ചോദിച്ചാലേ, അതായത് ലോകമെമ്പാടും ചെറുപ്പക്കാരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ ഏകദേശം ഒന്ന് തന്നെയാണ്. അപ്പം അതിനകത്ത് ഒരു എക്കണോമിക്സ് ഒരു സെക്യൂരിറ്റി ഇല്ല, അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഇല്ല, ഇങ്ങനെ പല കാര്യങ്ങൾ. അപ്പോൾ ഇത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നതിൽ കക്ഷി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പരാജയപ്പെടുത്തുന്നതാണോ ഇങ്ങനെയുള്ള മൂവ്മെന്റുകൾ ഇപ്പോൾ എടുക്കുന്നത്? അല്ല, ഒരു പരിധി ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള CJP ഒരു പരിധി വരെ പരാജയപ്പെട്ടതിന്റെ ആണല്ലോ തെളിവല്ലേ അത്. നമ്മുടെ പുതിയ ജെൻസിന് ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അവരുടെ വിശ്വാസം എന്താ, അവർക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല. ഈ വ്യവസായ ഭരണകൂടങ്ങൾ പലപ്പോഴും വഴിമാറി പോകുന്നു. അവര് വല്ലതും പറയുമ്പോഴേക്കും അവരെ മുദ്ര കുത്തുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് മുന്നോട്ട് വയ്ക്കുന്ന പ്രശ്നം അഡ്രസ് ചെയ്ത് മതിയാവും. അത് പ്രതിപക്ഷ പാർട്ടികൾക്കും ഉത്തരവാദിത്വമുണ്ട്, ഭരിക്കുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ഡൊമിനിക് പ്രസന്റേഷൻ പ്രായമാകുന്നുണ്ടോ? പ്രായമാവുമല്ലോ, പക്ഷെ ഞാൻ മനസ്സുകൊണ്ട് യൂത്താണ്. രാജു എബ്രഹാം വളരെ ചെറുപ്പത്തിൽ രാജു എബ്രഹാം അങ്ങനെ ചോദിച്ചപ്പോൾ രാജു ഒരു ചിരി